ഇന്നത്തെ ചെമ്പനീർ പൂ പ്രമോ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സച്ചിയുടെയും രേവതിയുടെയും വിവാഹ വാർഷികം അങ്ങനെ എല്ലാവരും ചേർന്ന് ഭംഗിയായി തന്നെ ആഘോഷിക്കുന്നു. വർഷയുടെ അമ്മ മഹിമ രേവതിക്ക് 2 സ്വർണ്ണവളകൾ സമ്മാനമായി കൊടുക്കുന്നു. രേവതി വള വാങ്ങി നോക്കിയിട്ട് വളരെ നല്ലതെന്ന് പറയുന്നു. സ്വന്തം മകളായിട്ടും ചിലർ ഇവിടെ ഒന്നും കൊണ്ടുവന്നില്ല എന്ന് സച്ചിയുടെ അമ്മ കുത്തുവാക്ക് പറയുന്നു. എനിക്ക് രേവതിയും എൻ്റെ മകളെ പോലെ തന്നെയെന്ന് മഹിമ പറയുന്നു. അതുകൊണ്ട് ആ വളകൾ രേവതിയുടെ കയ്യിൽ ഇടാനും അവർ പറയുന്നു. രേവതി ആ വളകൾ ഇടുന്നു. എന്നാൽ അതുപോലെ തന്നെ ഊരി പെട്ടെന്ന് വർഷയുടെ കയ്യിൽ ആ വളകൾ ഇടും. അപ്പോൾ സച്ചി മഹിമയോട് നിങ്ങളല്ലേ പറഞ്ഞത് രേവതി മോളെ പോലെ തന്നെയെന്ന്, അതുകൊണ്ട് അനുജത്തിക്ക് ആ വളകൾ സമ്മാനമായി നൽകിയെന്ന് കരുതിയാൽ കണ്ട് എല്ലാവരും ചിരിക്കുന്നു. പിന്നീട് മഹിമ റൂമിൽ ഭയങ്കര ചൂട്, ഞാനൊരു AC വാങ്ങി തരാമെന്ന് പറയുന്നു. പെട്ടെന്ന് ബാലചന്ദ്രന് അയ്യോ അതൊന്നും വേണ്ട, അവരുടെ മുറിയിൽ AC ഉണ്ടെന്ന് പറയുന്നു. പിന്നീട് സച്ചിയും രേവതിയും ചേർന്ന് കേക്ക് കട്ട് ചെയ്യുന്നു. എല്ലാവരും കൈയടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്നു. പിന്നീട് വർഷ പറഞ്ഞതനുസരിച്ച് എല്ലാവരും തനിയെ അവരെ ആശംസകൾ അറിയിക്കുന്നു. അപ്പോൾ സുധി താൻ കാരണമാണ് ഇവരുടെ കല്യാണം നടന്നതെന്ന് വലിയ ഗമയോടെ പറയുന്നു. എല്ലാവരും പരസ്പരം നോക്കുമ്പോൾ താൻ അന്ന് ഓടിപ്പോയത് കൊണ്ടല്ലേ ഇവരുടെ കല്യാണം നടന്നതെന്ന് സുധി പറയും. ശ്രീകാന്ത് അവർ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറഞ്ഞ് ആശംസകൾ അർപ്പിക്കുന്നു. വർഷ ഐ ലവ് യു രേവതി ചേച്ചി എന്ന് പറഞ്ഞ് രേവതിക്ക് ഉമ്മയെല്ലാം കൊടുക്കുന്നു. പിന്നീട് ശ്രീകാന്ത് ഇനി അച്ഛന്റെ വീതം അച്ഛൻ എന്തെങ്കിലും പറയൂ എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ ഞാൻ എൻ്റെ മക്കളെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് പറയുകയും മക്കളെക്കുറിച്ച് ഞാൻ എന്ത് പറയുവാനാണ്, ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കണമെന്ന ഉത്തമ ഉദാഹരണമാണ് സച്ചിയും രേവതിയും, അവർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ വാക്കുകൾ ഉപസംഹരിക്കും. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.